ഹലോ, എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സമ്പാദ്യം എങ്ങനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്കറിയാലോ, വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ എങ്ങനെയാണ് ഒരു വർഷം തുടങ്ങുമ്പോഴത്തേനും എന്ത് ചെയ്യും, അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റൊക്കെ അവർ തയ്യാറാക്കും അല്ലേ. പൈസയൊക്കെ എങ്ങനെയാണ് ചിലവാക്കണത്, എവിടേക്ക് എത്ര രൂപ ചിലവാക്കണം എന്നുള്ള രീതിയിൽ അല്ലേ. ഇതേ സെയിം കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ ചിലവുകളിലും നടപ്പാക്കണമെന്ന കാര്യം. ആദ്യം നമ്മൾ എന്ത് തയ്യാറാക്കണം, നമ്മുടെ ബഡ്ജറ്റ് തയ്യാറാക്കണം. ഇതേ രീതിയിൽ നമ്മൾ ഓരോ മാസവും നമ്മുടെ ബഡ്ജറ്റ് തയ്യാറാക്കണം. ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ എങ്ങനെയൊക്കെ ചെലവാക്കും എന്ന് തീരുമാനിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഒക്കെ നമ്മൾ ചിലവാക്കാൻ പോകുന്നു, ഇതൊരു മുൻധാരണയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചിലവാക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ വലിയ സംഭവങ്ങളാണെന്ന് തോന്നുന്നുവെങ്കിലും ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ ബഡ്ജറ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ 50% കാര്യങ്ങളാണ് നമുക്ക് പറയണ 50% ചിലവുകൾ. നമുക്കറിയാം, ചെലവ് ചുരുക്കം എത്ര നമ്മൾ പറഞ്ഞാലും നമുക്കുണ്ടാകുന്ന 50% ചിലവുകൾ നമുക്ക് ഒരിക്കലും ചുരുക്കാൻ പറ്റത്തില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ ചിലവാക്കുന്നതാണ്. നമ്മുടെ ആഹാരത്തിന് വേണ്ടിയും കറണ്ട്, വെള്ളം, പത്രം, പാല്, വീട്ടുവാടക, കുട്ടികളുടെ സ്കൂൾ ഫീസ്, അതുപോലെ ലോണൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളാണ്. അപ്പം ഇതിൽ 50% നമ്മളിൽ കിട്ടുന്ന വരുമാനത്തിൽ 50% നമ്മൾ നീക്കി വയ്ക്കേണ്ടത് നമ്മുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓരോ ഫാമിലിയെ സംബന്ധിച്ചോളം ഇത് വ്യത്യസ്തമായിരിക്കും. നമുക്കത് ഒരു മാസത്തെ കണക്കൂട്ടിയാൽ അറിയാം നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കണമെന്ന് എത്ര രൂപ വരും എന്നുള്ളത്. ഓരോ കുടുംബത്തിനെ സംബന്ധിച്ചും ഈ ചിലവെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു മാസം നമ്മുടെ ചിലവുകൾക്കായിട്ട് എത്ര രൂപ വരുമോ എന്നുള്ളത്. നമുക്ക് ഈ വരുമാനം ഈ ചിലവ് മുന്നേ വരുമോ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയല്ലല്ലോ. ഇത് നമ്മൾ എല്ലാ മാസവും ചിലവാക്കണമെന്നാണ്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മളെ കിട്ടുന്ന വരുമാനത്തിൽ എത്ര രൂപ നമ്മുടെ അത്യാവശ്യ ചിലവുകൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി അടുത്ത് നമ്മുടെ 30% ചിലവാക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്കായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം പിശുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ കുറച്ച് പൈസയൊക്കെ ചിലവാക്കി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി, വല്ലപ്പോഴും പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സന്തോഷം ഉണ്ടാവുക അല്ലേ. എല്ലാവർക്കാണെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കുക, അതൊക്കെ ആയിരിക്കും ആഗ്രഹങ്ങൾ അല്ലേ. അപ്പം നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചേർത്ത് വയ്ക്കുന്നതാണ് നമ്മുടെ സാലറിയുടെ 30%. എല്ലാ മാസവും നമ്മൾ 30% നമ്മുടെ ആഗ്രഹങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കണം. ഓരോരുത്തർക്കും ആഗ്രഹം ഓരോന്നായിരിക്കുമല്ലോ. ചിലക്കൊരു കുഞ്ഞു വീട് വയ്ക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങണമെന്നായിരിക്കും. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ ഈ ചേർത്ത് വയ്ക്കുന്ന എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടാൻ പോണത്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ സാലറിയുടെ 20%. അതാണ് നമ്മുടെ സേവിങ്സ്. മിക്ക ആളുകളും ഒഴിവാക്കണ ഒരു കാര്യമാണിത്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ 20% നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നീക്കിയിരിപ്പ് വയ്ക്കണം. ഇത് നമ്മുടെ റിട്ടയർമെൻറ്റ് ഫണ്ടായിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കടം ഒക്കെ അടച്ചു തീർക്കാൻ, അങ്ങനെ പല വിധത്തിലേക്കായിട്ട് നമ്മളിത് നീക്കി വയ്ക്കണം. എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് മിച്ചമുള്ള ക്യാഷല്ല നമ്മൾ സേവ് ചെയ്യണത്. നമ്മുടെ സാലറിയുടെ നിശ്ചിത ശതമാനം നമ്മൾ മന്ത്ലി സേവിങ്സിലേക്ക് മാറ്റണം. ബാക്കിയുള്ള തുക മാത്രമേ നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. ഇത് നമ്മളൊരു പ്രതിജ്ഞ പോലെ എടുക്കേണ്ട കാര്യമാണ്. ഇത്ര രൂപ ഞാൻ സേവിങ്സിലേക്ക് മാറ്റും എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിലവുകൾ നമ്മൾ ചുരുക്കിക്കൊണ്ട് വരും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ചിലവാക്കണമെന്ന് തീരുമാനിച്ചു അല്ലേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചിലവാക്കണത്, നമ്മൾ ജേണലിങ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ചിലവാക്കുന്നത് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത്. ഒരു മാസം നമ്മുടെ ചിലവുകൾ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും ചിലവാക്കുന്നത് എഴുതുകയാണെങ്കിൽ മാസം അവസാനം ആകുമ്പോഴേക്കും നമുക്കിത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് നമ്മൾ വിചാരിക്കുന്നത്, എപ്പോഴും നമ്മൾ വിചാരിക്കുക എന്തായിരിക്കും, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയായിരിക്കും ചിലവാക്കുന്നത്. പക്ഷേ നമ്മളിത് തയ്യാറാക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതനുസരിച്ച് നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരാം. നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് ചിലവാക്കിയത്, ഇതൊരു അനാവശ്യ ചിലവായിരുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ ഇത് നമ്മുടെ സേവിങ്സ് കുറച്ചുകൂടെ കൂട്ടാൻ നമ്മളെ സഹായിക്കും.
എല്ലാവർക്കും പുറത്തൊക്കെ ഒന്ന് പോവും, കടകളിലൊക്കെ ഒന്ന് കയറും. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേന് പെട്ടെന്ന് വാങ്ങാനുള്ളൊരു ടെൻഡൻസിയാണ്. അപ്പോൾ നമ്മളതെല്ലാം വാങ്ങിക്കൂട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാനായിരിക്കും പോവുക. ഒരു അത്യാവശ്യത്തിനുള്ള ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി അവിടെ കാണുന്ന ഒന്നെടുത്ത് രണ്ടെടുത്ത് ബില്ല് വരുമ്പോഴത്തേന് മാത്രമാണോ അയ്യോ ഇത്രയും ബില്ലായോ എന്ന് ചിന്തിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തീരുമാനിക്കുക നമ്മുടെ പേഴ്സിൽ ഇത്ര രൂപയാണ് ഉള്ളത്, നമ്മുടെ ഈ മാസത്തെ ചിലവിൽ ഇത്രയാണ് ഉള്ളത്, ഈ മാസം നമ്മൾ എൻ്റർടൈൻമെൻറ്റിനായിട്ടും ഷോപ്പിങ്ങിനായിട്ടും ഒക്കെ നീക്കി വെച്ചേക്കുന്നത് ഇത്ര എമൗണ്ടാണ്, അതിൽ ഇത്ര രൂപ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്, ഇനി ബാലൻസ് അല്ലെങ്കിൽ 2000 ഉള്ളൂ 3000 ഉള്ളൂ എന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ വാങ്ങുള്ളൂ. അയ്യോ ഇനി ഞാൻ പൈസ എടുക്കുകയാണെങ്കിൽ എൻ്റെ സേവിങ്സിൽ നിന്നാണ് ഇത് പോകുന്നത്, ഇതെനിക്ക് അനാവശ്യം എക്സ്പെൻസ് ആവുമെന്ന് അപ്പം നമുക്ക് മാത്രമേ ഐഡിയ കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അനാവശ്യമായിട്ട് ഓരോന്ന് വാങ്ങിക്കൂട്ടുന്നത് ചെയ്യില്ല. ചിലർക്കാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല പ്രശ്നം. വീട്ടിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ പുറത്തുനിന്ന് ആഹാരങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നൊരു ശീലം ഉണ്ടാവും അല്ലേ. ഓരോ തവണയും ചിലവാക്കുമ്പം നമുക്ക് വളരെ ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നും, ഈ 2000 1000 ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ അവസാനം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തൊരു മാസാവസാനം ആകുമ്പോൾ ഇതെടുത്ത് പരിശോധിക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കുക നമ്മളുടെ സേവിങ്ങിനേക്കാളുള്ള 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി പണം നമ്മൾ ചിലവാക്കിയിരിക്കുന്നത് ഇതുപോലെ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനായിരിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കുറയ്ക്കും. മറ്റൊരു കാര്യമാണ്, നമുക്ക് കിട്ടുന്ന സാലറിയെ മാത്രം ആശ്രയിച്ചായിരിക്കും നമ്മൾ ജീവിക്കുക എന്നുള്ളത്. ഈ സാലറി മാത്രം അല്ലാണ്ട് നമുക്ക് മറ്റൊരു വരുമാനം ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടെ നമ്മുടെ ഒരു മാസത്തെ ചിലവിൽ ഒരു മാസത്തെ പത്രത്തിൻ്റെ പൈസയ്ക്കോ അല്ലെങ്കിൽ പാലിന് കൊടുക്കാനുള്ള പൈസയ്ക്കോ കിട്ടുന്ന അത്രയും ചെറിയൊരു വരുമാനമാണെങ്കിൽ കൂടി ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് ചെറിയ ചെറിയ വരുമാനം കിട്ടുന്ന ചെറിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീട്ടിലെ വീട്ടമ്മമാർക്കാണെങ്കിൽ പോലും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് 2 കോഴിയെ വളർത്തുക, അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വരുമാനം ഒരു സൈഡ് ചെറിയ വരുമാനം കണ്ടെത്തുക എന്നുള്ളത്. വീട്ടിൽ തന്നെ ചെറിയ പച്ചക്കറികളൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പച്ചക്കറികളൊക്കെ വാങ്ങണത് ഒഴിവാക്കാം. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ചെറിയ വരുമാനങ്ങളാണെങ്കിലും അതൊരു പരിധിവരെ നമ്മുടെ ചിലവ് നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും. അതിന് ആനുപാതികമായിട്ട് നമ്മുടെ വരുമാനത്തിൽ ചെറിയൊരു മാറ്റം വരികയും ചെയ്യും. അപ്പം ഇതേ രീതിയിൽ നിങ്ങളും ബഡ്ജറ്റൊക്കെ തയ്യാറാക്കി എല്ലാം ജേണലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ ചിലവാകുക, അതെങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുള്ള ധാരണകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.